നമുക്കേ നിലമ്പൂര് കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ട് ഇപ്രാവശ്യത്തെ ഓണം നമുക്കൊരു വിപുലമായിട്ട് പരിപാടി നടത്തിയാലോ? ആയിക്കോട്ടെ. എങ്ങനെയുണ്ടാവും? എന്താണ് ഓണത്തിന്റെ എന്താണ് ഫസ്റ്റ് പരിപാടി? എന്താ നമ്മള് സ്റ്റാർട്ട് ചെയ്യാ? ഓണപ്പരിപാടി ആകുമ്പോ മോശം പറ്റില്ല കേട്ടോ, ഒന്നിനും കുറവ് വരാൻ പാടില്ല. സദ്യ ഉത്സവം, സദ്യ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മത്സരങ്ങളൊക്കെ വേണം, പ്രത്യേകിച്ച് വടംവലി എന്തായാലും വേണം. അല്ല അങ്ങനെയാണെങ്കിലേ പുലിക്കളി ഉണ്ടായിക്കോട്ടെ അല്ലേ? അങ്ങനെയാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ നിർബന്ധം. അതെന്തായാലും ഉണ്ടാവൂലേ പുലിക്കുഞ്ഞ. പിന്നെ പായസത്തിന്റെ കാര്യം മറക്കണ്ട. അപ്പൊ ഇതൊക്കെ ഓക്കെ, സംഭവം നമ്മൾ തീരുമാനിച്ച മാതിരി തന്നെ. പക്ഷെ ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തണ്ടേ? പറ ഉണ്ണിയേട്ടാ, ഇതിന് ഫണ്ടിന്റെ കാര്യം പറയാൻ എങ്ങനെയാന്ന് വെച്ചാ വണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് എടുക്കാം, അല്ലല്ലേ? അല്ല ആളുമൊരു 1000 എടുത്താ ഉണ്ടാവൂലേ? 1000 തികണം. തികയില്ലേ? 1000 വെച്ചെടുത്തുണ്ടാവേ. നമ്മളിപ്പോ ഒരു 10-25 ആൾക്കാരുണ്ടല്ലോ, 1000 വെച്ചെടുത്തുണ്ടാവും. ആരും പോരെ? 1000 അല്ല, ഇനിയിപ്പോ ഒരു 1500 ആയാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് എടുക്കാം. എന്നിട്ടാ നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിലാണ് വെച്ചാലോ? അത് നന്നാവും. എന്താ ദിവസമല്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിവ് 2 ദിവസം കൊണ്ട് പിരിവ് തുടങ്ങാം അല്ലേ ഉണ്ണിയേട്ടാ? അതാ പറഞ്ഞു, 2 ദിവസം കൊണ്ട് പിരിവ് തുടങ്ങാം. അതാ അടിപൊളിയൊക്കെ നമുക്ക്. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞ മാതിരി എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഓക്കെ എന്നാ ശരി. ഓക്കെ. പൈസ കൊറേ ഉണ്ടല്ലോ, എന്താ പരിപാടി? അതിന്റെ കഥയൊന്നും പറയണ്ട കുട്ടാ. എന്താ പറ്റി? മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഭ്രാന്താവും. പെരീക്കൊന്നും പോകാൻ തോന്നില്ല. പെരീന്നാണെങ്കിൽ വിളിച്ചിട്ട് വയ്യ. 10-600 റുപ്യ ഞാനുണ്ട്. ഇത് പോണ 2 ദിവസം കഴിഞ്ഞാൽ വരും. എന്താ ചെയ്യാ? എന്താ അതിന് മാത്രം പ്രശ്നം? 20-ാം തീയതി ആയ വണ്ടിന്റെ അടവ്, പിന്നെ അത് കഴിഞ്ഞ ഇസാഫ്, പിന്നെ ഓളെ അയൽക്കൂട്ടോ അതും ഇതുമായിട്ട് അങ്ങനെ. പിന്നെ നമ്മളെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എന്താ ബാക്കിയുണ്ടാവുക? എന്താ നമ്മളൊരവസ്ഥ ആലോചിച്ചു? ഈ പറയണേ ശരി തന്നെടാ. ഞാൻ പിന്നെ വീട്ടിൽ ലേശ റബ്ബർ വട്ടമുണ്ടല്ലോ, അതിന്മ രാവിലെ ഇങ്ങനെ കെട്ടി മറി. അല്ലാതെ ഓട്ടോ മാത്രം ഓടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? അതന്നെ എനിക്കാവുന്നല്ലടാ. ഞാൻ കഴിഞ്ഞ വിഷുവിനെ കുട്ടികൾക്ക് ഒന്നും എടുത്തിട്ടില്ല. ഈ ഓണത്തിന് എടുത്തു കൊടുക്കാറ അതിപ്പോ നടക്കും എനിക്ക് തോന്നുന്നില്ല. വരിയിലാണെങ്കിൽ ഒരു സാധനല്ല. എന്താ ചെയ്യാ? ആ കുട്ടന്റെ വണ്ടിയൊക്കെ ഒരാളുണ്ട്, എന്നാ പോയി. എന്താടാ? എന്താ നമ്മളെല്ലാവർക്കും നമ്മളെ ആൾക്കാർക്ക് ഇങ്ങനെ പൈസ തിരിച്ചു കൊടുക്കാണ്. അപ്പൊ ഞാൻ അന്നേ കാണണുള്ളൂ. അല്ല ഇപ്പൊ എല്ലാവരും ആയപ്പോ എല്ലായിടത്തും ഇനി നമ്മളെ രമേശന്റെ മാത്രമേ ഉള്ളേ. ഇതൊരു 600 ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കി ഞാൻ തരാം. ആയിക്കോട്ടെ കേട്ടോ. ഒന്ന് വരിക. എന്നാ ശരി കേട്ടോ. പോയി പൊളിക്കണ്ട നമുക്ക്. പിന്നെ കേട്ടോ. ഓക്കെടാ. ഡ്രസ് എടുക്കാൻ പോവല്ലേ? പോകട്ടോ. എല്ലാരും എടുത്തു, ഇനി നമ്മൾ മാത്രമേ എടുക്കാത്തതുള്ളൂ. നമുക്ക് എടുക്കട്ടോ മോളു. എടുത്തരട്ടോ. ചേട്ടാ, കുട്ടികളെ രാവിലെ മുതൽ ഡ്രസ് എടുക്കാൻ പോവാൻ ഒരുങ്ങി നിൽക്കുക. 2 ദിവസം കഴിഞ്ഞ ഓണല്ലേ, അമ്മയും വരുന്നുണ്ടെന്ന് പറയണം. എന്റെ കയ്യിൽ 10 പൈസ അല്ല മോളെ.
ഏട്ടാ അത് കുട്ടികൾക്ക് അറിയോ? കുട്ടികളോട് നമ്മൾ എന്താ പറയാ? നമുക്കതിലിപ്പോ ഈ ആഴ്ചയിലാണ് എല്ലാ അടവും കാര്യങ്ങളും വന്നത്. ഓണല്ലേ ഏട്ടാ വരുന്നത്, നമ്മൾ അവരോട് എന്ത് പറയും? അവരുടെ വിഷമം നമ്മൾ കാണണ്ടേ? ഞാൻ ഇപ്പൊ 2 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, കിട്ടണ എന്തായാലും ചെയ്യില്ല. ഏട്ടാ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ ഏട്ടാ. കുട്ടികളോട് നമ്മൾ എന്താ പറയാ? അവർക്കറിയില്ലല്ലോ നമ്മുടെ അവസ്ഥയൊന്നും. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിഷമൊന്നുമില്ല, ശരിയാണ്. ഉണ്ണേട്ടാ ചെറുക്ക ശരി. ഇല്ല ഞങ്ങൾ കേറില്ല. അല്ലല്ല ഇരിക്കി ഇല്ല കുഴപ്പമില്ല. പിരിവ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിന് വന്നല്ല. വേറെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. കേറി എന്റെ മുഖത്ത് ടെൻഷനൊക്കെ. അതൊന്നുമില്ല സാറേ ഇതെന്താ ഉണ്ണേട്ടാ? കുട്ടൻ ഞങ്ങളോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നീ ഇല്ലാത്ത പൈസയാണ് ഇതിന്റെ പിരിവിലേക്കും. അപ്പൊ ഞങ്ങൾ ഇത് കളക്ഷൻ ചെയ്ത പൈസയാണ്. നമുക്ക് അതല്ലല്ലോ ഓണം, ഇതാണ് ഓണം. നമുക്ക് അടിച്ചു പൊളിക്ക്. കുട്ടികൾക്ക് ഡ്രസ് എടുക്ക്, ബാക്കിയുള്ള ഓണങ്ങളൊന്നും അടിപൊളിയാക്കണം. എന്താ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലേ? കുട്ടികൾക്ക് പോയി ഡ്രസ്സൊക്കെ കൊടുക്കും. ഇല്ല വേണ്ട, നമുക്ക് ഞങ്ങൾ എല്ലാരും ഓണത്തിന് വരാം. എന്ത് സദ്യ ഒക്കെ റെഡി ആയിക്കോ. ഇവിടെയാണ് ഓണം. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ഉഷാറാക്കാം കേട്ടോ. ഓക്കെ തീർച്ചയായും. പോയി, പോയി, പോയി.